വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. പെരിന്തൽമണ്ണ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ UDF സ്ഥാനാർത്ഥിയുടെ വിജയം 6 വോട്ടുകൾക്കെന്ന് കണക്കാക്കാമെന്ന് ഹൈക്കോടതി. LDF തർക്കമുന്നയിച്ച 348 വോട്ടുകളിൽ സാധുവായത് 32 എണ്ണം മാത്രമെന്ന് കോടതി കണ്ടെത്തി. LDFന്റെ തെരഞ്ഞെടുപ്പ് ഹർജി തള്ളിയ വിധിയിലാണ് ഹൈക്കോടതിയുടെ ഈ പരാമർശമുള്ളത്. UDF സ്ഥാനാർത്ഥി നജീബ് കാന്തപുരത്തിന്റെ വിജയം ഹൈക്കോടതി ശരിവച്ചിരുന്നു. എസ് ശ്രീകാന്താണ് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. ശ്രീകാന്ത്, നേരത്തെ കോടതി ഈ വിധി പറഞ്ഞ ദിവസം CPMന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ഈ വോട്ട് ജനങ്ങൾ ചെയ്തതാണ്, സമ്മതിദായകർ ചെയ്തതാണ്, അത് എണ്ണാതെ മാറ്റിവെച്ചിട്ട് ഇങ്ങനൊരു വിധി എങ്ങനെ നിലനിൽക്കും എന്നായിരുന്നു അദ്ദേഹം ചോദിച്ചത്. ഇപ്പോൾ അതിൽ കോടതി ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നു. അതിൽ സാധുവായതും അസാധുവായതും ഒക്കെ കൂട്ടി ആകെ കോടതി 6 വോട്ടുകൾക്ക് നജീബ് ജയിച്ചു എന്ന് കണക്കാക്കാമെന്ന് പറയുന്നു. എന്തൊക്കെയാണ് ആ പരാമർശങ്ങൾ കോടതി വിധിയിലുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്? വിജയകുമാർ, ഇപ്പോഴാണ് ഈ കേസിന്റെ വിധിപ്പകർപ്പ് പുറത്തു വരുന്നത്. ഈ വിധിപ്പകർപ്പ് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ആ കേസിൽ ഇനി ഒരു തരത്തിലുള്ള അവ്യക്തതയ്ക്കും സ്ഥാനമില്ല എന്നുള്ളതാണ്. ഇതിൽ CPIM നേതാക്കൾ നേരത്തെ പറഞ്ഞ ആ ചില സംശയങ്ങൾ, ചില അവ്യക്തതകൾ, അത് ഇതോടെ മാറുകയാണ്. കോടതി പറയുന്നത് ഇതാണ്: UDF സ്ഥാനാർത്ഥിയുടെ വിജയം 6 വോട്ടുകൾക്കെന്ന് നമുക്ക് തൽക്കാലം കണക്കാക്കാം എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. LDF തർക്കമുന്നയിച്ച 348 വോട്ടുകളിൽ സാധുവായത് 32 എണ്ണം മാത്രമാണെന്ന് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. സാധുവായ വോട്ട് മുഴുവനും LDFനാണെന്ന് കണക്കാക്കിയാൽ പോലും UDFന്റെ വിജയം 6 വോട്ടുകൾക്ക് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും. ഇതാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം 38 വോട്ടുകൾക്കാണ് ഈ നജീബ് കാന്തപുരം ജയിക്കുന്നത്. അതിൽ 32 എണ്ണവും അത് LDFനാണ് എന്ന് കണക്കാക്കിക്കോളൂ. എങ്കിൽ പോലും 6 വോട്ടുകൾക്ക് നജീബ് കാന്തപുരം ജയിക്കും എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നു. ഈ വ്യക്തതയുടെ അടിസ്ഥാനത്തിലാണ് കോടതി ഈ KP മുസ്തഫയുടെ ഹർജി നേരത്തെ തള്ളുകയുണ്ടായത്. അദ്ദേഹത്തിന് വലിയ തിരിച്ചടി ഉണ്ടായിരുന്നു. നജീബ് കാന്തപുരത്തിന്റെ തെരഞ്ഞെടുപ്പ് വിജയം കോടതി ശരിവെക്കുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ ഉയർന്ന സംശയമാണിത്. ഇതിൽ CPM നേതാക്കളെ തെറ്റു പറയാൻ സാധിക്കില്ല. ഇതിൽ ആ ഘട്ടത്തിൽ ഉണ്ടായ സംശയമാണ്. അത് എങ്ങനെ ഈ സാധുവായ വോട്ടുകൾ എണ്ണേണ്ടതല്ലേ, അത് LDFനാണ് എങ്കിൽ അങ്ങനെ കണക്കാക്കേണ്ടതല്ലേ എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിലാണ് ഇപ്പോൾ വ്യക്തത വന്നത്. 348-ൽ 32 എണ്ണം സാധുവാണ്. ഇതിൽ 32ഉം LDFന് എന്ന് പറഞ്ഞാൽ പോലും 6 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് നജീബ് കാന്തപുരം ജയിച്ചതായി കണക്കാക്കാം എന്നിപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് തൽക്കാലം ഉറച്ചിരിക്കാം MLA സീറ്റിൽ നജീബ് കാന്തപുരത്തിന്, അല്ലെങ്കിൽ LDFന് സ്വാഭാവികമായും അപ്പീലിന് പോകാം. ശ്രീകാന്ത്, അപ്പോഴും നജീബിന്റെ ഭൂരിപക്ഷം കുറഞ്ഞു അല്ലേ? ഹൈക്കോടതി അപ്പീൽ പരിഗണിച്ച്, അല്ലെങ്കിൽ ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കേസ് പരിഗണിച്ച് വിധി പറഞ്ഞപ്പോഴേക്കും നജീബിന്റെ ഭൂരിപക്ഷം കുറഞ്ഞു. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അത് പരിശോധിച്ച് എത്രയാണ് ഭൂരിപക്ഷം. ഇപ്പോൾ കോടതിയുടെ ഈ പരാമർശം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കേണ്ടതല്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഔദ്യോഗികമായുള്ള ഭൂരിപക്ഷത്തെക്കാൾ കുറവ് എന്ന നിലയിൽ അതിനെ മാറ്റി വീണ്ടും അത് രേഖപ്പെടുത്തേണ്ടതല്ലേ? സാങ്കേതികമായും നിയമപരമായും അത്തരം ജോലികൾ ഉള്ളത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിലേക്ക് കടക്കുമോ? നമുക്ക് അതിലും കൂടി ഒരു വ്യക്തത വേണമല്ലോ. നിലവിൽ ഈ ഉത്തരവിൽ അത്തരമൊരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്നും വന്നിട്ടില്ല. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വമേധയാ അത് ചെയ്യേണ്ടതാണോ എന്നുള്ളത് നിയമവിദഗ്ധരാണ് ആലോചിക്കേണ്ടത്. മറ്റൊന്ന്, അവർക്കായിരിക്കും അതിൽ കൂടുതലായി പറയാൻ സാധിക്കുന്നത്. എന്തായാലും കോടതിയുടെ ഈ നിരീക്ഷണത്തോടെ ഈ ഉത്തരവിന്റെ പകർപ്പ് കൂടി പുറത്തു വന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 38 എന്നുള്ളത് കുറഞ്ഞ് 6 എന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. അത് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശരിവെക്കേണ്ടതാണ്, തിരുത്തേണ്ടതാണ്. ആ നടപടിയിലേക്ക് ഒരുപക്ഷെ കടന്നേക്കും എന്ന് തന്നെ കരുതാം. ഇനി അല്ലെങ്കിൽ സ്വാഭാവികമായും ആർക്കെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഈ ആവശ്യവുമായി സമീപിക്കുകയും ചെയ്യാം. വിജയകുമാർ. യെസ്, വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്ന നിരീക്ഷണം. പെരിന്തൽമണ്ണ കേസിൽ UDF സ്ഥാനാർത്ഥിയുടെ ഇത് അല്പസമയം ഉണ്ടായിരുന്നു. മുരളി കണ്ണമ്പള്ളി, മാവോയിസ്റ്റ് നേതാവിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുന്ന റെയ്ഡ് പൂർത്തിയായി. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കും. സേതു ഉണ്ട്, KP സേതുനാഥ്, പിന്നെ അതുപോലെ തന്നെ എൻ്റെ കൂട്ടുപ്രതി, നേരത്തെ ഉള്ളൊരു കേസിൽ പ്രതിയായിട്ടുള്ള ഇസ്മായിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ FIR വായിച്ചു കഴിഞ്ഞാൽ അതിൽ പറയുന്നത് ഈ പശ്ചിമ മേഖല സോണൽ കമ്മിറ്റിയോ മറ്റോ അവർ കമ്മിറ്റി കൂടി ഞാൻ ഉൾപ്പെടെയുള്ള കുറേ ആൾക്കാരെ CPI മാവോയിസ്റ്റിന് വേണ്ടി പരസ്യപ്രചരണം നടത്താനായിട്ടുള്ള ചുമതലപ്പെടുത്തി. ഇതാണ് കേസ്. അതായത് എവിടെയോ ആരോ കമ്മിറ്റി കൂടി ഞങ്ങളെ ചില കാര്യങ്ങൾ ഏൽപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. അവർ ഞങ്ങളെ വിവരം അറിയിച്ചതായിട്ടോ, ഞങ്ങൾ ഈ വിവരം അറിഞ്ഞതായിട്ടോ, ഇവരാരെങ്കിലും ഞങ്ങൾ വന്ന് കണ്ടതായിട്ടോ, ഞങ്ങൾ ഇതിന് സമ്മതിച്ചായിട്ടോ ഒന്നുമില്ല. അതിൽ ഇതാണ് കേസ്.
അപ്പോൾ എൻ ഐ എ ചോദ്യം ചെയ്ത സമയത്ത് ഇവിടെ കളമശ്ശേരി അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ചോദ്യം ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിച്ചു, ഇപ്പം ഞങ്ങൾ കുറച്ച് ആൾക്കാർ കൂടി NIA ഡയറക്ടർ അതുപോലെയുള്ള കുറേ NIA പ്രമുഖരെയൊക്കെ തന്നെ CPI മാവോയിസ്റ്റിൻ്റെ പ്രവർത്തകരാക്കാൻ തീരുമാനിച്ചു എന്നും പറഞ്ഞിട്ട് ഒരു കടലാസിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ UAPA കേസ് എടുക്കാൻ പറ്റുമോ? അതാണ് ഇപ്പോൾ അവർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ആ കേസ് അന്ന് ചാർജ് ചെയ്ത് തെലങ്കാന ATS ആണ്. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ മന്ത്രിസഭ മാറ്റം വന്നപ്പോഴത്തേക്ക് NIA കേസ് എടുത്തു. അപ്പോൾ NIAക്ക് കേസിനെ ഒന്ന് പൊലിപ്പിക്കണം. അപ്പോൾ ഇപ്പോൾ അവർ പൊലിപ്പിക്കണം എങ്ങനെയാണ്? ഒളിവിലുള്ള ആരാണ്ട് ഒരാളെ ഞാൻ സഹായിക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതിനുള്ള തെളിവ് ശേഖരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടുന്ന് എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. എൻ്റെ ലാപ്ടോപ്പ്, എൻ്റെ മകൻ ഉപയോഗിച്ച് എന്തോ കേട് വന്ന് കിടക്കുന്ന ഒരു ലാപ്ടോപ്പ്, പിന്നെ എൻ്റെ മൊബൈൽ ഫോണ്, കുറച്ച് പെൻഡ്രൈവ്. ആ പെൻഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് സാമാന്യ ബോധം ഉണ്ടെങ്കിൽ ഒന്ന് കുത്തി നോക്കി അറിയാവുന്നതാണ്. അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ ലിനക്സിൻ്റെ മിൻറ്റിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പിന്നെ വെൻടോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ്, വ്യത്യസ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉപയോഗിക്കാൻ കഴിയുന്നത്. അതായത് എന്തെങ്കിലും കാരണവശാൽ കമ്പ്യൂട്ടറിൻ്റെ OS കേട് വന്നു കഴിഞ്ഞാൽ അത് രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വച്ചേക്കുന്ന സാധനങ്ങളാണ്. ആ ലാപ്ടോപ്പിലാകട്ടെ ഞാൻ കളക്ട് ചെയ്തിരിക്കുന്ന ഇപ്പോൾ ഒരു പുസ്തകത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. ഭൂമിജാതി ബന്ധനം എന്നുള്ള നേരത്തെ എഴുതിയ പുസ്തകത്തിൻ്റെ പുതിയ പതിപ്പ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ശേഖരിച്ച വിവരങ്ങളൊക്കെ തന്നെയാണ് ലാപ്ടോപ്പിലുള്ളത്. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ അവർക്ക് നോക്കി തന്നെ അപ്പോൾ തന്നെ തീരുമാനിക്കാവുന്ന കാര്യമാണ്. പക്ഷേ കരുതി കൂട്ടിക്കൊണ്ട് തന്നെ എന്തെങ്കിലും. ഇപ്പോൾ ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയാണ് സായിബാബയുടെ കേസ് ഉണ്ടായത്. സായിബാബയുടെ വീട്ടിൽ നിന്ന് അവർ ആദ്യം പോയി റെയ്ഡ് ചെയ്തു, ലാപ്ടോപ്പ് അല്ല കമ്പ്യൂട്ടറും മറ്റ് സാധനങ്ങളൊക്കെ പിടിച്ചുകൊണ്ടുപോയി. പിന്നെ 6 മാസം കഴിഞ്ഞിട്ടാണ് ആ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് എന്തൊക്കെയോ CPI മാവോയിസ്റ്റ് ആയിട്ടുള്ള കത്തിടപാടുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞിട്ട് കേസ് ഉണ്ടാക്കണം. റോണയുടെയും അതുപോലെ തന്നെ സുരേന്ദ്ര ഗാഡ്ലിംഗ്, ഭീമ കൊറേഗാവ് കേസിലെ പ്രതികളായിട്ടുള്ള ഇപ്പോൾ ജയിലിൽ കിടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കരുതി കൂട്ടിക്കൊണ്ട് അവരുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്തേക്ക് വർഷങ്ങളോളം പണിയെടുത്തിട്ട് അവർ ചില ഡോക്യുമെൻറ്റ്സ് കയറ്റിവിട്ടു. അത് അമേരിക്കയിലെ ആർസനിക് എന്ന് പറയുന്ന ഫോറൻസിക് ലാബ് വളരെ കൃത്യമായിട്ടുള്ള തെളിവ് സഹിതം പറഞ്ഞിട്ടുണ്ട്. ഏത് പോലീസുകാരനാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അൽപാഷായുടെ പുസ്തകം നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും, ഇൻകാസറേഷൻ എന്ന് പറഞ്ഞിട്ട്. ആ പുസ്തകത്തിൽ അവർ വിവരിക്കുന്നുണ്ട് എങ്ങനെയാണ് ഓപ്പറേഷൻ നടന്നതെന്ന്. അപ്പോൾ ഈ രീതിയിൽ കൃത്രിമമായ തെളിവുകൾ ഉണ്ടാക്കി ആരെങ്കിലുമൊക്കെ പിടിച്ച് മാപ്പ് സാക്ഷിയാക്കി കള്ളക്കേസ് ഉണ്ടാക്കുക, ആൾക്കാരൊക്കെ പിടിച്ച് അകത്തിടുക, ഇതാണ് ഇവരുടെ പരിപാടി. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞു, NIA എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്ററായിട്ട് യാതൊന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് ഹാച്ചറ്റ് മാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പറയുന്ന കൊട്ടേഷൻ പണി ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ. മോളിൽ നിന്നൊരു ഉത്തരവ് വരും, അവനൊക്കെ പിടിച്ച് അകത്തിടുക. അപ്പോൾ എന്തെങ്കിലും ഒരു കള്ളക്കേസ് ഉണ്ടാക്കണം, കേസ് ഉണ്ടാക്കി പിടിച്ച് വന്നു. ഇതാണ് ഇപ്പോൾ നടന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ ധ്വംസനത്തിൻ്റെ ഒരു മുഖമാണ് ഇപ്പം ഇന്ന് കണ്ടത്. മനസ്സിലായി? ഇങ്ങനെ ഒരു റെയ്ഡിൻ്റെയോ അന്വേഷണത്തിൻ്റെയോ ഒരു ആവശ്യം, കേസ് തന്നെ കള്ളക്കേസാണ്, ഇറ്റ്സ് എ ബേസ്ലെസ് കേസ്. അപ്പോൾ ആ തരത്തിലുള്ള കള്ളക്കേസുകൾ ഉണ്ടാക്കി ആൾക്കാരെ ഉപദ്രവിക്കുക എന്നാണ് ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇനി എൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്നതായിരിക്കും. സഞ്ജയ് ദീപക് റാവുവിന്റെ കേസുമായി ബന്ധപ്പെട്ടാണോ പരിശോധന? അതെ, സഞ്ജയ് ദീപക് റാവുവിൻ്റെ കേസായിട്ട് ബന്ധപ്പെട്ടല്ല, സഞ്ജയ് ദീപക് റാവുവിനെ അറസ്റ്റ് ചെയ്തതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടാക്കിയൊരു കേസാണ്. അതിലെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. അതിൽ മൊഴി എന്നവർ പറയുന്നു. അയാളുടെ സ്റ്റേറ്റ്മെൻറ്റിൽ അങ്ങനെയൊന്നുമില്ല. അവർ സഞ്ജയ് ദീപക് റാവുവിൻ്റെ സ്റ്റേറ്റ്മെന്റ് എന്നും പറഞ്ഞ് അന്നത്തെ FIRൽ ചേർത്തിരിക്കുന്നതിൽ അങ്ങനെ ഒരു പരാമർശം ഇല്ല. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട NIA ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കളമശ്ശേരിയിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം. അന്ന് സഹകരിച്ചിരുന്നു. ആ, തീർച്ചയായിട്ടും ഞാനവിടെ പോയി അവിടെ കണ്ട് സംസാരിക്കുകയും ചെയ്തു. അത്ര അതുകൊണ്ട് തന്നെയാണ് ഞാൻ സഹകരിക്കില്ല എന്ന് പറഞ്ഞത്. എൻ്റെ ഒരു ആവശ്യമില്ല അവർക്കൊരു കുറച്ചു നേരം കാത്തിരിക്കേണ്ട കാര്യമുള്ളൂ. മനസ്സിലായില്ല? ഞാൻ എവിടെയും പോകണില്ല, അവരുടെ മുമ്പിൽ തന്നെ ഇരിക്കണം, ജനാലൊക്കെ തുറന്നിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ വേണമെങ്കിൽ അവർക്ക് ഞാനവിടെ തന്നെ ഉണ്ട്. വേറെ എന്തെങ്കിലും എവിഡൻസ് ടാൻ പറയുന്നത് അവിടെ നോക്കി അവർക്ക് കാണാവുന്നതാണല്ലോ. ഇനി ഹാജരാകണമെന്ന് അങ്ങനെ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പിന്നീട് വരുന്നു പറഞ്ഞിട്ടുണ്ട്. വക്കീലിന്റെ സഹായം തേടിയിരുന്നല്ലോ, അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണ്? അല്ല, ഇത് ചലഞ്ച് ചെയ്യണം. ഈ FIRും ഇപ്പോൾ ഫ്രെയിം ചെയ്യുന്ന കേസ് ഉണ്ടല്ലോ, അത് ചലഞ്ച് ചെയ്യണം. അതിനുള്ള നീക്കാണ് നടത്തുന്നത്. താങ്ക് യു. ഇന്ന് രാവിലെ 6:15 എറണാകുളത്ത് തേവയ്ക്കലിലെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ NIA സംഘം എത്തിയത്. വീട് തുറക്കാത്തതിനെ തുടർന്ന് വാതിൽ പൊളിച്ചാണ് സംഘം അകത്ത് കയറിയത്. ഹൈദരാബാദിൽ നിന്നുള്ള NIA സംഘം ഏതാനും മണിക്കൂറുകളോളം വീട് പരിശോധിക്കുകയും മുരളി കണ്ണമ്പള്ളിയെ ചോദ്യം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ NIA സംഘം മടങ്ങുകയാണ്. തുടർ നടപടികൾ ഉണ്ടാവില്ല, പക്ഷെ വീണ്ടും വിളിപ്പിക്കും എന്നാണ് അറിയുന്നത്. മാവോയിസ്റ്റ് നേതാവ് കുത്തിപ്പൊക്കി ഉണ്ടാക്കിയെടുക്കാൻ നോക്കുകയാണ്. ഇവിടെയുള്ള പൊതുപ്രവർത്തകരായ ആൾക്കാരൊക്കെ പിടിച്ചകത്തിടാനായിട്ട്.
മാവോയിസ്റ്റ് നേതാവ് സഞ്ജീവ് ദീപക് റാവുവുമായി ബന്ധപ്പെട്ട കേസിലാണ് നടപടി എന്നത് ഇപ്പോൾ അത് മുരളി കണ്ണമ്പള്ളിയും അത് സ്ഥിരീകരിക്കുന്നുണ്ട്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും തേവക്കൽ നിന്ന്. വിഷ്ണു, എന്താണ് ഈ റെയ്ഡ് കഴിഞ്ഞ് NIA സംഘം മടങ്ങിയോ? എന്താണ് വീണ്ടും വിളിപ്പിക്കും, വീണ്ടും മൊഴിയെടുക്കേണ്ടി വരുമെന്ന് മാത്രമേ അറിയിച്ചിട്ടുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. ഈ ലാപ്ടോപ്പ് അടക്കം അവിടെ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ വിഷ്ണു? 5 മണിക്കൂർ നീണ്ടുനിന്ന റെയ്ഡ് പൂർത്തിയായി. ഇവിടെ നിന്ന് മുരളി കണ്ണമ്പള്ളിയുടെ വീട്ടിൽ നിന്ന് ലാപ്ടോപ്പ്, പെൻഡ്രൈവ്, അതോടൊപ്പം ചില പുസ്തകങ്ങൾ ഒക്കെ ആണ് ഈ നിലവിൽ NIA ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. ഈ കേസിന്റെ ഒരു പശ്ചാത്തലം 2023 സഞ്ജീവ് ദീപക് റാവു എന്ന് പറയുന്ന മാവോയിസ്റ്റ് നേതാവിനെ അറസ്റ്റ് ചെയ്തിരുന്നു. അയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇട്ടിരിക്കുന്ന ഒരു FIR എന്നാണ് മുരളി നേരത്തെ വ്യക്തമാക്കിയത്. അതായത് മുരളി ഉൾപ്പെടെയുള്ള ചില ആളുകളെ കേരളത്തിൽ മാവോയിസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഈ സംഘം മീറ്റിംഗ് കൂടി തീരുമാനിച്ചു എന്നുള്ളതാണ് FIR. അതുമായി ബന്ധപ്പെട്ട് തനിക്ക് ഒരു തരത്തിലുള്ള വിവരങ്ങളുമില്ല, ഇത് കൃത്രിമമായി ചമച്ച കേസാണ് എന്ന് മുരളി പറയുന്നുണ്ട്. നേരത്തെ NIA ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. അപ്പോഴും താൻ ഈ മറുപടി നൽകിയതാണ്. ഇന്ന് തന്റെ വീട്ടിലേക്ക് NIA എത്തിയത് അത് അതിക്രമിച്ച് കടക്കുന്നതിന് തുല്യമാണ്. കാരണം തനിക്ക് ഹൃദ്രോഗം ഉൾപ്പെടെയുള്ള ആളാണ്. രാവിലെ താൻ പ്രഭാത കർമ്മങ്ങൾ ചെയ്യുന്നതിനിടയിലാണ് NIA സംഘം എത്തിയത്. തന്നെ വിളിക്കുന്നതിന് മുൻപ് തന്നെ ഈ വാതിലവർ ഈ ജനല് പൊളിക്കുന്ന സാഹചര്യം ഉണ്ടായി. വക്കീലിനെ വിളിക്കാൻ പോലുള്ള സാവകാശം തന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചോദ്യം ചെയ്യലിനോട് പൂർണ്ണ നിസ്സഹകരണം തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. താൻ ഒരു തരത്തിലുള്ള സഹകരണവും NIA സംഘവുമായി ഇന്ന് ചോദ്യം ചെയ്യലിന്റെ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. 2023 ഈ കേസിന് ആസ്പദമായി എന്ന് NIA പറയുന്ന സംഭവം നടന്നത്. പക്ഷേ തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വിവരവുമില്ല. NIA ഇന്ന് നടത്തിയ നടപടിയും ഈ FIR ക്വാഷ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിയമ നടപടി സ്വീകരിക്കും എന്നാണ് മുരളി കണ്ണമ്പള്ളി വ്യക്തമാക്കിയത്. 2015 മാവോയിസ്റ്റ് കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ജയിലിൽ കഴിഞ്ഞതാണ്. 4 വർഷത്തിന് ഇപ്പുറമാണ് ജാമ്യം കിട്ടിയത്. ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ബോംബെ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിച്ചാണ് ജാമ്യം നേടിയത്. അതിനിപ്പുറത്തേക്ക് ആ കാലഘട്ടത്തിൽ ഇപ്പോൾ 2019 ഇപ്പുറം അദ്ദേഹം എറണാകുളത്താണ് താമസിക്കുന്നത്. അവിടെ വിശ്രമ ജീവിതം നയിക്കുകയാണ്, പുസ്തകരചന ഉൾപ്പെടെ നടത്തുകയാണ്. അതുകൊണ്ട് മറ്റ് ഇടപാടുകൾ ഈ മാവോയിസവുമായി ബന്ധപ്പെട്ടോ അതിന്റെ നേതാക്കളുമായി ബന്ധപ്പെട്ടോ ഒരു തരത്തിലുള്ള ഇടപാടുകളോ അവരുമായി ഒരു ബന്ധം പുലർത്താൻ മാവോയിസ്റ്റ് നേതാവായിരുന്ന സഞ്ജീവ് ദീപക് റാവുവിനെ 2023 അറസ്റ്റ് ചെയ്ത കേസിൽ അതിന്റെ തുടർ നടപടികളുടെ ഭാഗമായാണ് മുരളി കണ്ണമ്പള്ളിയെ ഇന്ന് NIA ചോദ്യം ചെയ്തത്. സഞ്ജീവ് ദീപക് റാവു നൽകിയ മൊഴിയിൽ ഇദ്ദേഹത്തിന്റെ പേരുണ്ട് എന്നാണ് NIA പറയുന്നത്. പക്ഷേ അങ്ങനെയൊന്നുമില്ല, ഇത് ഒരു കെട്ടിച്ചമച്ച കേസാണ് എന്നാണ് മുരളി കണ്ണമ്പള്ളി ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. നിയമപരമായി നേരിടും എന്ന് പറയുന്നു. വീട്ടിൽ നിന്ന് ലാപ്ടോപ്പും ചില പുസ്തകങ്ങളുമൊക്കെ അന്വേഷണ സംഘം കൊണ്ടുപോയിട്ടുണ്ട്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. മണ്ണിടിച്ചിലുണ്ടായ ശിരൂരിലെ ദൗത്യം വീണ്ടും അനിശ്ചിതത്വത്തിൽ. പുഴയിലെ ഡൈവിങ്ങിനായി നേവിക്ക് ജില്ലാ ഭരണകൂടം ഇതുവരെ അനുമതി നൽകിയിട്ടില്ല. നേവി സംഘം ഇതുവരെ ശിരൂരിൽ എത്തിയിട്ടുമില്ല. ദൗത്യത്തിൽ ജില്ലാ ഭരണകൂടത്തിന് വീഴ്ചയുണ്ടായെന്നും ഏകോപനമില്ലെന്നും അർജുൻ്റെയും സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞു. അൺഒഫീഷ്യലായിട്ട് ഒരു വിവരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെ നേവിക്ക് അനുമതി കിട്ടിയിട്ടില്ല, ഡൈവിങ്ങിനുള്ള അനുമതി കിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ പറ്റും. പക്ഷേ ഡൈവിങ്ങിന് അനുമതി കിട്ടാതെ ഒരു തെരച്ചിൽ ഇവിടെ എത്രത്തോളം സാധ്യമാണെന്നുള്ളതിന് ആശങ്കയുണ്ട്. കാരണം ഈ സോണാർ റഡാർ മാത്രം ചെക്ക് ചെയ്ത് നമ്മൾ അവിടെ ഉറപ്പ് വരുത്തിയിട്ട് ഒരു കാര്യമില്ല. ഇന്ന സ്ഥലത്ത് ഉറപ്പ് വരുത്തിയിട്ടൊന്നും കാര്യമില്ല. തെരച്ചിൽ എന്ന് പറഞ്ഞാൽ അത് ഡൈവ് ചെയ്തിട്ടുള്ള തെരച്ചിലേ ഇനി സാധ്യമാകുകയുള്ളൂ. പണ്ടുള്ളതുപോലെ തന്നെ ഏകോപനം ഇല്ല. ഇപ്പോഴും അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇത്രയും നേരമായിട്ട് ഒരു പ്രതിനിധികൾ, പോലീസ് സംഘം അല്ലാണ്ട് ഇവിടെ ആരും ഇതുവരെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ട് എത്തിയിട്ടില്ല ഇതുവരെ. കാലാവസ്ഥ അനുകൂലമായിട്ടും തെരച്ചിൽ വൈകിപ്പിക്കുകയാണെന്ന് ലോറി ഉടമ മനാഫ് 24 പറഞ്ഞു. ഇന്നലെ ഒരു വൈകുന്നേരം വരെ ബാംഗ്ലൂരിൽ നിന്ന് വന്നുകൊണ്ടിരുന്നതിന് അറിവ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വർ മലപ്പ അടക്കമുള്ള ആളുകൾക്ക് ഇറങ്ങി പരിശോധിക്കുക എന്നുള്ളതാണ്. കർണാടക ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എല്ലാ അനുമതിയുണ്ട്. പക്ഷേ ഈ ജില്ലാ ഭരണകൂടം ഇന്നലെ വൈകുന്നേരം 7 മണിക്ക് കൂടിയ മീറ്റിങ്ങോട് കൂടിയിട്ടാണ് എന്താവുന്നത്, ഇതിൽ മാറ്റം വരുന്നത്. ഞാൻ ആദ്യ ദിവസം തന്നെ പറയുന്നുണ്ട്, അതായത് ആദ്യ ദിവസം തന്നെ ഒരു 6 ദിവസം മുമ്പേ ഇവിടുന്ന് ഞാൻ കളക്ടറെ കാണാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ പറഞ്ഞു, മാഡം ഇപ്പോൾ കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ്, ഒഴുക്കില്ല മാഡം, നമുക്ക് തെരച്ചിൽ തുടരാൻ അനുമതി ഹൈക്കോടതിൻ്റെ ഭാഗത്തുനിന്ന് അനുമതി ഉള്ളതാണ്. അപ്പം അരുൺ പൂപ്പറമ്പ ശിരൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, എന്താണ് പുതിയ വിവരങ്ങൾ? ഏതെങ്കിലും തരത്തിൽ തെരച്ചിലിന്റെ സാധ്യതയുണ്ടോ? ഒരു ഔദ്യോഗിക വിശദീകരണം, എന്തുകൊണ്ട് നേവിക്ക് ഇറങ്ങാൻ അനുമതി കൊടുക്കുന്നില്ല, എന്തുകൊണ്ട് തെരച്ചിൽ തുടങ്ങുന്നില്ല എന്നതിൽ ഔദ്യോഗികമായി എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്നലെ ഇപ്പോൾ ഈ അവലോകന യോഗത്തിന്, ഉന്നതതല യോഗത്തിനൊക്കെ ശേഷം ഇന്ന് നടപടിയിലേക്ക് കടക്കുമെന്നായിരുന്നല്ലോ നമ്മളൊക്കെ കേട്ടിരുന്നത്.
വിജയകുമാർ, നേവി സംഘം ഇതുവരെ കാർവാറിൽ നിന്ന് പുറപ്പെട്ടിട്ടില്ല. അവർക്ക് ഇതുവരെ അനുമതി ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഒടുവിലും നമുക്ക് ലഭിക്കുന്ന വിവരം. നേവി അനുമതി ലഭിച്ചാൽ അവർ ഡൈവിങ്ങിന് സന്നദ്ധമാണ് എന്നതാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ഇന്നലെ അവരെ അറിയിച്ചത്. അതിൻ്റെ കാരണം ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്, 3 നോട്ട്സിൽ താഴെയായി അടിയൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട് എന്നത് ഇന്നലത്തെ പരിശോധനയിൽ, അതായത് അടിയൊഴുക്ക് പരിശോധിച്ച ശേഷം ഈ കാർവാറിൽ നടന്ന യോഗത്തിൽ അവർ അത് വ്യക്തമാക്കിയതാണ്. ഇന്ന് രാവിലെ 9 മണിയോടെ അവർ എത്തിച്ചേരും. ആദ്യഘട്ടത്തിൽ ഈ സോണാർ ഉപയോഗിച്ചുള്ള പരിശോധനയായിരിക്കും. ഈ ലോറിയുടെ സാന്നിധ്യം കൃത്യമായി മാർക്ക് ചെയ്തതിന് ശേഷം ഡൈവിംഗ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കും എന്നതായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഒടുവിലായി നമുക്ക് ഉച്ചയോടെ ലഭിച്ച വിവരം ഇവർക്ക് ഡൈവിങ്ങിനായിട്ടുള്ള അനുമതി ലഭിച്ചിട്ടില്ല എന്നാണ്. എന്തുകൊണ്ട് ഡൈവിങ്ങിന് അനുമതി നൽകുന്നില്ല ജില്ലാ ഭരണകൂടം, അതിൻ്റെ കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഔദ്യോഗികമായി ജില്ലാ ഭരണകൂടം അതിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. മാധ്യമങ്ങളോട് മാത്രമല്ല, അർജുൻ്റെ ബന്ധുക്കൾ കോഴിക്കോട് നിന്നും നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ MLA-മാർ ഉൾപ്പെടെ കളക്ടറെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് അനുമതി നൽകാത്തതെന്ന് സംബന്ധിച്ച ഔദ്യോഗികമായിട്ടുള്ള ഒരു തരത്തിലുള്ള പ്രതികരണവും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. അർജുൻ്റെ ബന്ധുക്കൾ ഉൾപ്പെടെ നിലവിൽ ഇപ്പോഴും രാവിലെ മുതൽ ഇവിടെ കാത്തിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയുണ്ട്. നമ്മൾ മുമ്പ് കണ്ട ഒരു സാഹചര്യമല്ല ഇവിടുത്തെ ഷിരൂരിലും ഗംഗാവലി പുഴയിലും അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയാണുള്ളത്. അടിയൊഴുക്ക് കുറവുണ്ട്. പൊതുവെ പുഴയുടെ ഒരു ഘടനയ്ക്ക് തന്നെ വലിയ മാറ്റമുണ്ടായിട്ടുണ്ട്. മഴ മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇനി എന്തെങ്കിലും സാങ്കേതികമായ തടസ്സങ്ങൾ, പ്രത്യേകിച്ച് ഈ ഡൈവിങ്ങിന് ഈ വലിയ മൺകൂനകൾ തടസ്സമാകും. അത് ഡ്രഡ്ജിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ ഇവർ ആലോചിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അങ്ങനെ എന്തെങ്കിലും സാങ്കേതികമായ തടസ്സങ്ങൾ ഇതിലുണ്ടെങ്കിൽ അത് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയാൽ ആ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാകും. പക്ഷേ നിലവിൽ നേവിക്ക് അനുമതി നൽകിയില്ല. നേവി അതുകൊണ്ട് ഇതുവരെ ഷിരൂരിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. അനുമതി നൽകാത്തതിന്റെ കാരണവും ജില്ലാ ഭരണകൂടം എന്തായാലും നാവികസേനാ സംഘം കാർവാറിൽ നിന്ന് പുറപ്പെട്ടിട്ടില്ല. പുഴയിൽ ഇറങ്ങാൻ ജില്ലാ ഭരണകൂടം അനുമതി നൽകുന്നില്ല. അടിയൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്, നല്ല കാലാവസ്ഥയാണ്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയുള്ള പരിശോധനയ്ക്ക് ജില്ലാ ഭരണകൂടം അനുമതി നൽകാത്തത് എന്നതിൽ ഔദ്യോഗികമായി ഒരു വിശദീകരണവും വരുന്നില്ല. അവിടെ പോലീസ് മാത്രമേ ഉള്ളൂ, മറ്റ് ആരും അവിടെ ഇല്ല എന്നാണ് ഷിരൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ് റിപ്പോർട്ട് ചെയ്യുന്നത്. വയനാട് ദുരന്ത മേഖലയിൽ നടത്തിയ തെരച്ചിലിൽ ഇന്ന് 2 ശരീരഭാഗങ്ങൾ കൂടി കണ്ടെത്തി. ചാലിയാറിൽ നിന്നും വെള്ളാർമലയിൽ നിന്നുമാണ് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത്. മുതിർന്ന ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം ദുരന്ത മേഖലയിൽ സന്ദർശനം നടത്തുകയാണ്. ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്തെ അപകട സാധ്യത പരിശോധിക്കുമെന്ന് ജോൺ മത്തായി പറഞ്ഞു. അതേസമയം തിരച്ചിൽ നടത്തിയ വിവിധ സേനകൾ അറിയിച്ച സംശയങ്ങളും അഭിപ്രായങ്ങളും വിദഗ്ധ സംഘത്തെ അറിയിച്ചുവെന്ന് മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. ചാലിയാർ മേഖലയിൽ നിന്ന് നിതിൻ അംബുജനാണ് വിവരങ്ങളുമായി ചേരുന്നത്. നിതിൻ, ചാലിയാർ ഭാഗത്ത് നിന്നിപ്പോൾ കൂടുതൽ ആളുകളെ, കൂടുതൽ ദൗത്യ സംഘാംഗങ്ങളെ ഇറക്കിയുള്ള വിശദമായ തെരച്ചിലാണ് നടക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഏതൊക്കെ മേഖലകളിലാണ് ഇപ്പോൾ ഈ പരിശോധന പുരോഗമിക്കുന്നത്? നിതിൻ. വിജുമാർ, ജനകീയ തിരച്ചിൽ ഇന്ന് രാവിലെ 8 മണി മുതൽ ആരംഭിച്ചു. ഈ ജനകീയ തിരച്ചിലാണ് തലപ്പാലി മേഖലയിൽ ഒരു ശരീരഭാഗം കണ്ടെത്തിയത്. അത് പുരുഷന്റേതാണെന്നാണ് നിഗമനം. അഴുകിയ നിലയിലായിരുന്നു ശരീരഭാഗം. ശരീരഭാഗം ഇപ്പോൾ നിലമ്പൂരിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പിന്നീട് DNA പരിശോധനാ സാമ്പിൾ ഫലമെല്ലാം തന്നെ എടുക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ശരീരഭാഗം നിലമ്പൂരിലേക്ക് മാറ്റി കൂടുതൽ തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പ്രധാനപ്പെട്ട മേഖലകളായി ഇപ്പോൾ ദൗത്യസംഘം കണക്കാക്കിയിരിക്കുന്നത് ഒന്ന് മുണ്ടേരി, അതോടൊപ്പം തന്നെ ഈ കുമ്പളപ്പാറ മേഖല. ഈ കുമ്പളപ്പാറയിലെ വനമേഖലയിൽ തണ്ടർബോൾട്ട്, പോലീസ്, അതോടൊപ്പം തന്നെ NDRF അടക്കമുള്ള സംഘത്തിന്റെ 15-അംഗ സംഘമാണ് ഈ വനമേഖലയിൽ തിരച്ചിൽ നടത്തുന്നത്. കൂടാതെ ചാലിയാർ പുഴ തീരത്തും ഇത്തരത്തിൽ ഈ തിരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുന്നു. അതോടൊപ്പം ഈ ഒരു റെഗുലേറ്റർ അടക്കമുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ചും ഈ മുണ്ടേരി അടക്കമുള്ള മേഖലകളിൽ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാകാം എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് ദൗത്യസേന ഇപ്പോൾ ഉള്ളത്. അതിന്റെ ഭാഗമായുള്ള തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും ഇതുവരെ 248 മൃതദേഹമാണ് ചാലിയാർ തീരത്ത് ഒഴുകിയെത്തിയത്. 80 മൃതദേഹവും അതോടൊപ്പം തന്നെ 168 ശരീരഭാഗങ്ങൾ, അങ്ങനെ 248 മൃതദേഹം ഇതുവരെ ചാലിയാറിൽ നിന്ന് കണ്ടെത്തി. ശരീരഭാഗങ്ങൾ അവശേഷിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തും വരെ ഇത്തരത്തിലുള്ള തിരച്ചിൽ തുടരുമെന്നാണ് ദൗത്യസേന അറിയിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള ഒരു തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വനമേഖല കേന്ദ്രീകരിച്ചും കൂടാതെ ചാലിയാർ പുഴ തീരത്തുമാണ് ഇത്തരത്തിൽ ഒരു ജനകീയ തിരച്ചിൽ പുരോഗമിക്കുന്നത്. വൈകിട്ട് ഏതാണ്ട് 6 നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. നിലമ്പൂർ ചാലിയാർ മേഖലയിലാണ് ജനകീയ തെരച്ചിൽ നടക്കുന്നത്. അവിടെ പരമാവധി ആളുകളെയൊക്കെ അതിന്റെ ഭാഗമാക്കുന്നുണ്ട്. ഒരുപക്ഷെ അത് തുടരും അടുത്ത ദിവസങ്ങളിലും എന്ന സൂചനയും വരുന്നുണ്ട്. വിശദാംശങ്ങളാണ് നിതിൻ നൽകിയത്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.